രശ്മിയുടെ അപ്രതീക്ഷിതമായ വേർപാടിന്റെ വേദനയിലാണ് കുടുംബം. എന്താണ് സംഭവിച്ചത്? രശ്മിയുടെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് ഇങ്ങനെ വഷളാകും. ഇവിടെ രശ്മിയുടെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് പുറത്തുനിന്ന് ഇവിടെ നിന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവനെ കഴിച്ച് വെളുപ്പാങ്കാലത്ത് ഛർദിലുണ്ടായി ഇങ്ങനെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് അമ്മ ചെല്ലുന്നത്. അങ്ങനെ ആശുപത്രിയോട് അഡ്മിറ്റാക്കി. അതിനെക്കുറിച്ചാണ് മരണത്തിന് കാരണം. എന്താണ് കാര്യം എന്താണെന്നുള്ള അറിയാൻ പറ്റില്ല. തൈറോയിഡിൻ്റെ മേലാഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വേറെ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരങ്ങൾ ഒക്കെ പരസ്പരം നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഈ കുറ്റം ചെയ്തവർക്ക് നല്ല നടപടി സർക്കാർ കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വെടിവാണ്. ഇത് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പിടിപ്പിക്കണം. എങ്കിലും അന്വേഷണം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി മേലിൽ ആർക്കും ഇതുപോലെ ഉണ്ടാകരുത്. അതാണ് നമ്മൾ അതിൻ്റെ ചിലവിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പോയില്ലേ, നമുക്ക് ആരാ ഉള്ളത്? ആരുമില്ല. മോനാണ് ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല. അവനും അതിനെ ദുഃഖമായിട്ടിരിക്കുക. ഭാര്യയൊക്കെ സുഖമില്ലാത്ത ആളാണ്. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരി നേഴ്സായിരുന്നു. ഏറ്റവും ഒരു പാവപ്പെട്ട കുടുംബമാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടൊരു സാധാരണ കുടുംബമാണ്. ഇങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റ് ആളുകൾ മരിക്കുക എന്ന് പറയുന്നത് അത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായി തോന്നുന്നത്. നിലവിലുള്ള നിയമങ്ങളുടെ പഴുതിൽ നിന്നുകൊണ്ടാണ് ഇവരിതെല്ലാം രക്ഷപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് രൂപത്തിൽ ഈ കുടുംബത്തെ സഹായിക്കാനെതിരെ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ കുട്ടിയുടെ മരണത്തിൽ വലിയ ദുഃഖത്തോടൊപ്പം തന്നെ അവർ ശക്തമായ അന്വേഷണം വേണം എന്ന ആവശ്യം തന്നെ ഉയർത്തിയിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് രശ്മിയുടെ വീട്ടിലുള്ള. കുടുംബാംഗങ്ങൾ വളരെ വേദനയിലാണ്. സ്ത്രീകളടക്കം അലമുറയിട്ട് കരയുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി കുടുംബത്തിന് വേണ്ടി ഇവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിനുമായിട്ടുള്ള നടപടികളും മന്ത്രിതലത്തിൽ സർക്കാർ തലത്തിൽ ഇടപെട്ട് വേഗത്തിൽ പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ ഈ വിഷയത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.